my angels. എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് കുറേ നാൾക്ക് ശേഷം ഒരു മിന്ത്ര ഹോളാണ്. കുറേ നാൾക്ക് ശേഷമാണെന്ന് എനിക്ക് അറിയില്ല, അതായത് 2 മാസത്തിന് ശേഷമാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് മിന്ത്രയിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് സമ്മർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഈസി ബ്രീസി ആയിട്ടുള്ള നല്ല ഡ്രസ്സസ് ആണ് കേട്ടോ. എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത് മിന്ത്ര ഈസ് ദ ബെസ്റ്റ് പ്ലേസ് ടു ഗെറ്റ് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഡ്രസ്സ് കേട്ടോ. അതായത് ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മൾ സ്റ്റോറിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ സുഡിയോ ആണ് എനിക്കൊണ്ട് നമ്മൾ എല്ലാവരുടെയും ഗേൾസിൻ്റെ ഒക്കെ ഫേവറേറ്റ് സ്ഥലമാണ്. ഗേൾസിനും ബോയ്സിനും ഒക്കെ ഭയങ്കര ഫേവറേറ്റ് സ്ഥലമാണ് സുഡിയോ. ബിക്കോസ് ഒന്ന് അഫോർഡബിൾ ആണ്, ട്രെൻഡി ആണ്, ഈവൻ ബേസിക് സാധനങ്ങൾ വരെ ഭയങ്കര റേറ്റിൽ കുറവ് കിട്ടും, നല്ല ഡ്രസ്സസ് കിട്ടും, നല്ല പ്രിൻസ് കിട്ടും. പക്ഷേ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തേക്കുന്നത് ഡ്രസ്സ് ഉണ്ടല്ലോ, നമ്മളുടെ ഫ്രോക്ക് പോലത്തെ സാധനങ്ങൾ, അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ഥലം മിന്ത്രയാണ്. ബിക്കോസ് സൂപ്പർ അഫോർഡബിൾ ആയിട്ടുള്ള സാധനം നമുക്ക് മിന്ത്രയിൽ നിന്ന് കിട്ടും. അപ്പോൾ ഞാൻ യൂഷ്വലി എൻ്റെ എല്ലാ ഫ്രോക്സ് ഇൻക്ലൂഡിങ് ഇന്ന് ഇട്ടേക്കുന്ന ഈ പിങ്ക് ഫ്രോക്ക് വരെ ഞാൻ മിന്ത്രയിൽ നിന്നാണ് വാങ്ങിച്ചേക്കുന്നത്. ബിക്കോസ് മിന്ത്ര ഈസ് മൈ ഗോ ടു പ്ലേസ് ഫോർ പർച്ചേസിങ് ഫ്രോക്ക് അല്ലെങ്കിൽ ഡ്രസ്സ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ. ആൻഡ് ഓൾസോ ഒടുക്കത്തെ ചൂടാണ്. എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂടത്ത് ഡെനിമും പാൻറ്റും ഒക്കെ എടുത്തിട്ടിട്ട് അതൊക്കെ വലിച്ചു കയറ്റി പോയാലും ഇപ്പം നമുക്ക് അസഹനീയമായിക്കൊണ്ടിരിക്കണം ഓരോ ദിവസം പോയിക്കൊണ്ടിരിക്കുമ്പോൾ. ഇവിടെയും ചൂടിന് ഒരു കുറവുമില്ല കേട്ടോ, ഭയങ്കര ചൂടാണ്. ഇപ്പോഴൊക്കെ വേർത്ത് ഇരിക്കാനുള്ളൂ, അതാണ് സത്യം, അത്രയ്ക്ക് ചൂടാണ്. അപ്പോൾ ഞാൻ ഓർത്ത് നമ്മൾ ഡെനിമും അല്ലെങ്കിൽ പാൻസും ടോപ്പും ഒക്കെ ഇടുമ്പോഴത്തേക്കും ഭയങ്കര ഒരു കാറ്റ് കയറാത്തൊരവസ്ഥയല്ല. അപ്പോൾ ഞാൻ ഓർത്ത് കുറച്ച് ഫ്രോക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് മെജോറിറ്റി ഫ്രോക്കുകളും എന്താ പറയുക നല്ല സൂപ്പറാണെങ്കിലും 2 എണ്ണം അത്ര എൻ്റെ അപ് ടു മൈ എക്സ്പെക്ടേഷൻ ആയില്ല. കുറച്ച് ഫിറ്റിംഗ് ഇഷ്യൂ ഉണ്ട്, ഞാനത് വഴിയേ പറയാം. അപ്പോൾ നമുക്ക് ഇനി ഒത്തിരി സംസാരിച്ച സമയം കളണ്ട്, ലെറ്റ്സ് ഗെറ്റ് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് പയ്യെ വീഡിയോയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ ഈ വീഡിയോൻ്റെ അകത്ത് കാണിക്കുന്ന മെജോറിറ്റി ഡ്രസ്സസും ലെസ് ദാൻ 500 ആണ്, അല്ലെങ്കിൽ 550ക്ക് താഴെയാണ് എല്ലാ ഉടുപ്പുകളും കേട്ടോ. സ്റ്റാർട്ടിങ് ഫ്രം 249 അങ്ങനെ എന്താണ്ടോ ആണ് ഈ ഡ്രസ്സസിൻ്റെ ഇത്. ഫസ്റ്റ് ഡ്രസ്സ് ഞാൻ കാണിക്കാം. ഇറ്റ്സ് ലൈക്ക് എ പ്രിറ്റി ഫ്ലോറൽ കൈൻഡ് ഓഫ് ഒരു ഫ്രോക്കാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് കാണാൻ വേണ്ടിയിട്ട്. ഇത് ആക്ച്വലി ഭയങ്കര കോട്ടൺ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞത്, എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര മെറ്റീരിയൽ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ. ഇത് കോട്ടൺ അല്ലെങ്കിലും ഇത് നമുക്ക് ചൂടെടുക്കുന്ന ടൈപ്പ് ഓഫ് മെറ്റീരിയൽ അല്ല. ഇത് ഡ്രസ്ബറി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. എൻ്റെ എല്ലാ ഡ്രസ്സിൻ്റെയും സൈസ് വന്നിട്ട് ലാർജ് ആണ് കേട്ടോ. അപ്പോൾ ദിസ് ഇസ് ദി ഫസ്റ്റ് വൺ ആൻഡ് ഇത് എൻ്റെ വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ്സ് എന്ന് തന്നെ പറയാം. ഇങ്ങനെ നമ്മളുടെ ഇങ്ങനെ വരില്ല, ഇങ്ങനത്തെ കട്ട് വരുന്ന ടൈപ്പ് ഓഫ് ഒരു, എനിക്ക് പേര് അറിയാൻ പറ്റില്ല, അങ്ങനത്തെ ടൈപ്പ് ഓഫ് ഒരു സ്റ്റിച്ചിങ് ആണ് വരുന്നത്. ആൻഡ് ദിസ് ഡ്രസ് ഇസ് സോ കംഫർട്ടബിൾ, ഈസി ബ്രീസി, നമുക്കിത് ഇട്ടിട്ട് പോകാൻ വേണ്ടിയിട്ട് ഭയങ്കര കംഫർട്ടബിൾ ആണ്. ആൻഡ് സ്ലീവ് വന്നിട്ട് ഇങ്ങനത്തെ പഫ് സ്ലീവ് മാതിരിയാണ്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഇവിടെ ഒരു ഇലാസ്റ്റിക് ഉണ്ട്. ഓൾസോ ഭയങ്കര അഫോർഡബിൾ ആണ്. ഐ തിങ്ക് 400 സംതിങ് 300 സംതിങ് ഉള്ളൂ. എൻ്റെ ഫോണിലില്ല, ബിക്കോസ് ഞാൻ മിന്ത്രേൻ്റെ ഡാഷ് ബോർഡിൽ നിന്നാണ് ഞാൻ ഓർഡർ പ്ലേസ് ചെയ്തതുകൊണ്ട് എൻ്റെ കയ്യിൽ ഒന്നിനും റേറ്റ്സ് ഇല്ല. ബട്ട് സ്റ്റിൽ എല്ലാത്തിനും റേറ്റ് ഞാനിവിടെ കൊടുക്കുന്നതായിരിക്കും. എല്ലാത്തിനും റേറ്റ് ഞാൻ കൊടുക്കാം, അതൊന്നും ഞാൻ മറന്നുപോയില്ല. ഓൾസോ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ. സോ പ്രിട്ടി, ഭയങ്കര ഭംഗിയായിട്ടുള്ള ഒരു ഡ്രസ്സാണ്, ഈസി ബ്രീസി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇങ്ങനത്തെ ഡ്രസ്സ് ഇടാൻ വേണ്ടി ഷോർട്ടായിട്ട് തോന്നുവാണെങ്കിൽ യു ക്യാൻ പുട്ട് ലെഗിങ്സ് ഉണ്ടെങ്കിൽ ഇതൊക്കെ. എന്നാലും ഇത് ഇത് ഇങ്ങനെ ഇടുമ്പോഴാണ് ഭംഗി. ബട്ട് സ്റ്റിൽ ഇതിൻ്റെ അടിയിലോട്ട് ബ്ലാക്ക് ലെഗിങ്സ് ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു ഭംഗിയായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത്രയ്ക്കും ക്യൂട്ടായിട്ടുള്ള ഒരു ടോപ്പാണ്. എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൺ ഓഫ് മൈ ഫേവറേറ്റ് പർച്ചേസസ് എന്ന് തന്നെ പറയാം മിന്ത്രയിൽ നിന്ന് റീസെൻ്റ്ലി വാങ്ങിയത്. സെക്കൻഡ് തിങ് എൻ്റെ കയ്യിലുണ്ടല്ലോ, അതായത് ആക്ച്വലി ഞാൻ ആ ഡ്രസ്സിനെ പറ്റി പറയുന്നതിന് മുന്നേ പറയട്ടെ, ആദ്യമേ പറയട്ടെ, അല്ലെങ്കിൽ ഞാൻ മറന്നു പോകും കേട്ടോ. നമ്മൾ ഗോവയിൽ പോയപ്പോൾ ഞാൻ ഇട്ട, അതായത് നമ്മൾ നോർത്ത് ഗോവയിൽ പോയ സമയത്ത് ഇട്ട ആ ഒരു ഗ്രീൻ ഫ്രോക്ക്, അതെനിക്കത് മെൻഷൻ ചെയ്യണമെന്ന് തോന്നി. ബിക്കോസ് ഇറ്റ്സ് സോ കംഫർട്ടബിൾ. അത് 400 സംതിങ് ആയിരുന്നു ആ ഒരു ഫ്രോക്കിനും. അത് സ്ലീവ്ലെസ് ആണ് കേട്ടോ. ഇതുകൊണ്ട് മെജോറിറ്റി ഡ്രസ്സും ഇതിൻ്റെ അകത്ത് കാണിക്കുന്നത് അതെല്ലാം സ്ലീവുള്ള ഡ്രസ്സാണ്. അത് സ്ലീവ്ലെസ് ഡ്രസ്സാണ്. ബട്ട് ആ ഡ്രസ്സ് ഈസ് വെരി കംഫർട്ടബിൾ, വെരി സമ്മർ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള നല്ല ഡ്രസ്സാണ്. ഞാൻ അതിൻ്റെ വീഡിയോ എന്നാലും ഇവിടെ കൊടുക്കാം, നിങ്ങൾക്ക് അത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും. ക്വാളിറ്റി വൈസും അടിപൊളിയാണ്, റേറ്റ് വൈസും ഭയങ്കര അഫോർഡബിൾ ആണ്, ട്രെൻഡി അടിപൊളിയായിട്ടുള്ള ഡ്രസ്സ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഡ്രസ്സാണ് കേട്ടോ. അത് ഞാൻ എടുത്തിട്ട് വരാൻ വേണ്ടി മറന്നു. ആക്ച്വലി ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കും ഞാൻ തലേന്ന് പല പ്രാവശ്യം ഓർത്തതാണേ, പക്ഷെ വാവേനെ ഉറക്കിയിട്ട് വരുന്ന സമയത്ത് ഞാൻ മറന്നുപോയി എന്നുള്ളതാണ് സത്യം. ഓക്കെ, ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ വേണ്ടി പോകുന്നത് കോട്ടൺ, ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്കും യെല്ലോവും കൂടി പ്രിന്റ് ആയിട്ടുള്ള ഒരു കോട്ടൺ ഡ്രസ്സാണ്. ഇതിൻ്റെ ബ്രാൻഡ് വന്നിട്ട് വിശുദ്ധ്. ആക്ച്വലി നമ്മുടെ മിന്ത്രയിലുള്ള വൺ ഓഫ് ദി ഫേമസ് ആയിട്ടുള്ള അഫോർഡബിൾ ദേശി
കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സസ് കൊടുക്കുന്ന ഒരു ബ്രാൻഡാണ്. സോ 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 ക്യൂട്ട് ആൻഡ് പ്രിറ്റി ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. ഇങ്ങനത്തെ ക്യൂട്ട് ആയിട്ടുള്ള നല്ല സ്ലീവാണ് ഇതിനകത്ത് വന്നേക്കുന്നത്. നമ്മുടെ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഇങ്ങനെ സ്ലീവും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഓൾസോ ഇതിൻ്റെ ബാക്കിൽ സ്മോക്ക്ഡ് വർക്കാണ് കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസിലി നമ്മൾ ഇതിൻ്റെ ഫിറ്റിങ് ചെയ്യും. ഇത് കണ്ടപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, ഇത് നിനക്ക് കയറുമോ മോളെ എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇല്ല, എൻ്റെ ബാക്കിൽ സ്മോക്ക്ഡ് ആയതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഈസിലി കയറുമെന്ന് പറഞ്ഞു. ആൻഡ് എനിക്ക് ഈ ലെങ്ത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇതാണ്. ഞാൻ നാട്ടിൽ പോകുമ്പോഴത്തേക്കും അതുകൊണ്ട് ഇനിയിപ്പോൾ നമ്മൾ 2 ആഴ്ച കഴിയുമ്പോഴത്തേക്കും നാട്ടിൽ പോകട്ടോ. അപ്പോൾ ഞാൻ ഈ ഡ്രസ്സസൊക്കെ അവിടെ കൊണ്ടുപോകണം. ബിക്കോസ് എനിക്ക് എല്ലാ പ്രാവശ്യം ഞാൻ അവിടെ ലെഗിങ്സും ടോപ്പാണ് മിക്കപ്പോഴും ഇടാറുള്ളത്. പക്ഷേ ഈ ചൂടത്ത് എനിക്ക് അതിനാവും എന്നുള്ള ശക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനും കൂടിയൊക്കെയാണ് ഈ പ്രാവശ്യം ഡ്രസ്സ് വാങ്ങിച്ചേക്കുന്നത്. സോ ദിസ് ഈസ് വെരി സോഫ്റ്റ്. ഓക്കെ, ഇത് ഭയങ്കര പഞ്ഞി, നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ്. നല്ല നല്ല പ്രിന്റ്. എനിക്ക് ഈ പ്രിന്റ് ആസച്ച് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളുടെ അടുത്ത മൂന്നാമത്തെ ഡ്രസ്സ്. ആൻഡ് നെക്സ്റ്റ് വൺ ഈസ് ഇതും എൻ്റെ വൺ ഓഫ് ദി മോസ്റ്റ് ഫേവറേറ്റ്സ് എന്ന് പറയാം. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇങ്ങനെ വരുന്നൊരു ഡ്രസ്സാണ്. സോ എന്ന് പറഞ്ഞിട്ട് കാര്യം. ഇതും വിഷുദിൻ്റെ ആണ്. സോ പ്രിട്ടി ആൻഡ് സോ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡ്രസ്സാണ്. ഓൺലി തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ലീവ് വന്നിട്ട് ഇലാസ്റ്റിക് അല്ല, അതിങ്ങനെ മടക്കി അടിച്ചേക്കുന്നതാണ്. കുഴപ്പമൊന്നുമില്ല. ആൻഡ് ഇവിടെ അറ്റം വരെ, അതായത് ഡ്രസ്സിൻ്റെ ഫുൾ ലെങ്ത് നമുക്ക് ബട്ടൺ ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷേ ബട്ടൺ ഒന്നും ഓപ്പണബിൾ അല്ല, ജസ്റ്റ് ഒരു ഷോ ബട്ടൺസ് ആണ് എല്ലാത്തിലും വെച്ചേക്കുന്നത്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഡ്രസ്സ്. എനിക്കൂടെ ഈ കളർ എനിക്ക് കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഒരു ടർക്വൈസ് ബ്ലൂവും കൂടി ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. പക്ഷേ എനിക്ക് ഈ കളറാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് ഈ ഒരു ഞാൻ ആക്ച്വലി എൻ്റെ ഒരു ടീനേജിലും എൻ്റെ ഒരു 20s ലേറ്റ് 20s വരെ എനിക്ക് ആ പിങ്ക് എന്ന കളറിനോട് എനിക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ലാത്തൊരു മനുഷ്യനാണ് കേട്ടോ. പക്ഷെ 30s കടന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പിങ്കിനോട് എന്തൊരു ഇഷ്ടം. എൻ്റെ എന്തോരം പിങ്ക് ടോപ്പ്, പിങ്ക് ഡ്രസ്സ് ഉണ്ടെന്ന് അറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് 2-3 പിങ്ക് ഡ്രസ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. പിങ്ക് ഡ്രസ്സ്, പിന്നെ ടോപ്സുകൾ ഉണ്ട് പിങ്ക്. ഐ ഡോണ്ട് നോ വൈ. ഞാൻ ഭയങ്കരമായിട്ട് ഇങ്ങനെ പിങ്കിലേക്ക് വലിയത് കേട്ടോ. ഇപ്പോൾ 3-ാമത്തെ 4-ാമത്തെ പിങ്ക് ഡ്രസ്സാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ഇതിൻ്റെ ലെങ്ത്ത് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. നല്ല അത്യാവശ്യം ലെങ്ത് ഉണ്ട്. നല്ല കംഫർട്ടബിൾ, മുട്ടിന് താഴത്ത് നിൽക്കുന്ന ഒരു നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടൊരു കുർത്തയാണ്. ആൻഡ് ഇതും കോട്ടൺ ടൈപ്പ് ഓഫ് ഒരു മെറ്റീരിയലാണ് കേട്ടോ. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. ആൻഡ് ഇതിൻ്റെ എല്ലാ ഡ്രസ്സിനും ഓപ്പണിംഗ് ഉണ്ട്. ഓപ്പണിംഗ് എല്ലാം നമ്മുടെ സൈഡിലാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് കംഫർട്ടബിൾ ആയിട്ട് തോന്നി. നമ്മുടെ സൈസിലുള്ള ഡ്രസ്സാണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ആ സിപ്പ് ഇടാൻ വേണ്ടി, സിപ്പാണ് വരുന്നത് ഇവിടെ ഈ ഭാഗത്തായിട്ട്, ആ സിപ്പ് ഓപ്പൺ ആൻഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബുദ്ധിമുട്ടില്ല. ബട്ട് ഇൻ കേസ് നമുക്ക് ഡ്രസ്സ് ടൈറ്റ് ആണെങ്കിൽ സിപ്പ് നമുക്ക് വലിച്ച് ഒരു രക്ഷയിലുണ്ടാവില്ല, ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പോൾ. സോ ദിസ് ഇസ് കംഫർട്ടബിൾ. ഈ എല്ലാത്തിനും ഈ സൈഡ് സിപ്പറാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു ചക്കര ഡ്രസ്സ് വന്നിട്ട് ഇറ്റ്സ് ലൈക്ക് എനിക്ക് ഈ ഡ്രസ്സ് കണ്ടിട്ട് നമ്മുടെ ഇതില്ലേ കോട്ടൺ ക്യാൻഡിയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അങ്ങനത്തെ ഒരു എനിക്ക് എന്തോ കളർ ഭയങ്കര ഇഷ്ടമാണ്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടം. അമ്മ പറഞ്ഞ് കുഞ്ഞു പിള്ളേരുടെ ഉടുപ്പും അതിനിടുന്ന് പറയുന്നത്. അതായത് ആ ഒരു പ്രിന്റ് ഉണ്ടല്ലോ, കുട്ടികളുടെ പ്രിന്റ് ഓർമ്മപ്പെടുത്തുന്ന ഒരു ഉടുപ്പാണ് ഇങ്ങനെ എടുത്തിരിക്കുന്നത്. ട്രസ്റ്റ് മീ മക്കളെ, ദിസ് ഡ്രസ് എന്ന് പറയുന്നത് എന്തൊരു സുഖമാണ് ഇടാൻ വേണ്ടി. ഇറ്റ്സ് ലൈക്ക് ഈസി ബ്രീസി കാഷ്വലി കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സാണ്. ഭയങ്കര സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. മെറ്റീരിയലും ഭയങ്കര സോഫ്റ്റ് ആൻഡ് കോട്ടൺ അല്ല, വേറെ എന്തൊരു മെറ്റീരിയലാണ്. ഭയങ്കര സോഫ്റ്റ് ആണ്, പക്ഷേ ചൂടെടുക്കുന്ന മെറ്റീരിയൽ അല്ല കേട്ടോ. ആൻഡ് നെക്ക് വന്നേക്കുന്നത് ഇങ്ങനത്തെ നെക്കാണ്. ആൻഡ് ഓൾസോ സ്ലീവ് വന്നിട്ട് ഇങ്ങനെ പഫ് സ്ലീവ് വന്നിട്ട് ഇവിടെ എലാസ്റ്റിക് കൊടുത്തേക്കുന്നതാണ്. ജസ്റ്റ് ലവ് ഇറ്റ്. ഇതെന്തോ ഇതും 400 അങ്ങനെ തന്നെ ഉള്ളൂ കേട്ടോ. 400 സംതിങ് തന്നെ ഉള്ളൂ എന്നാണ് എൻ്റെ ഓർമ്മ. എല്ലാ ഡ്രസ്സും 500 താഴ്ത്താണ്. അപ്പോൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത് പ്രിന്റ് കണ്ടോളാം, എന്ത് ഡ്രസ്സ് എന്ന് പറയുക, കാണാൻ സ്വീറ്റ് ആയിട്ടുള്ള പ്രിന്റ് ആണ്. ഐ ജസ്റ്റ് ലവ് ഇറ്റ്. വൺ ഓഫ് ദി ബെസ്റ്റ്. ഇത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള സുഖം ഞാൻ എന്തായാലും ഈ വീക്കെൻഡെല്ലാം പുറത്തും ഇത് തന്നെ ഇടാൻ വേണ്ടി പോണത്. നെക്സ്റ്റ് ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് വേറെ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ്സ്. ആക്ച്വലി എനിക്ക് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ഡ്രസ്സസും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ആക്ച്വലി ഇങ്ങനത്തെ ഒരു ഡ്രസ്സാണ് കേട്ടോ. ഇത് ഡ്രസ്ബറി എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. വിഷുദ് ഡ്രസ്ബറി, സഫറാസസ് എന്നൊക്കെ പറഞ്ഞ ബ്രാൻഡൊക്കെ ഭയങ്കര നല്ല ബ്രാൻഡ്സാണ്. ഐ മീൻ ലൈക്ക് വെരി ട്രെൻഡി, നല്ല ഫാഷനബിൾ, സോ ഡാം അഫോർഡബിൾ. അതാണ് എനിക്ക് ഈ ബ്രാൻഡ്സിനെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതും അതുപോലത്തെ ഒരു ഡ്രസ്സാണ്. ദിസ് ഇസ് ലൈക്ക് എ വെരി 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 നൈസ് ഡ്രസ്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെക്ക് നമുക്കിങ്ങനെ വലിച്ച് ടൈറ്റ് ചെയ്തിട്ട് നമുക്കിവിടെ ടൈ ചെയ്ത് വെക്കാം. ആൻഡ് യൂഷ്വലി ഇങ്ങനത്തെ പ്രിൻറ്റിൽ ഇങ്ങനെ നമ്മളുടെ ഇങ്ങനത്തെ ബസ്റ്റിൻ്റെ അവിടെ വരുന്ന ഇങ്ങനത്തെ ഒരു സ്റ്റിച്ച് വരുന്ന ഫ്രോക്കുകൾ എനിക്ക് യൂഷ്വലി ചേരാറില്ല. ബിക്കോസ് ഞാൻ ഹെവി ബസ്റ്റ് ആയതുകൊണ്ട് ഇവിടെ പകുതി വഴി വെച്ചിട്ട് ആ ഡിസൈൻ അവസാനിക്കും. അപ്പോൾ അതെനിക്ക് യൂഷ്വലി ചേരാറില്ല. പക്ഷേ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ. ഈ ഡ്രസ്സ് ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു പാറ്റേൺ ഡ്രസ്സ് വാങ്ങിയിട്ട് എനിക്ക് കറക്റ്റ് ആവുന്നത്. എനിക്ക് എപ്പോഴും അങ്ങനത്തെ ഡ്രസ്സ് കാണുമ്പോൾ ഇടാൻ വേണ്ടി പിന്നെ ബസ്റ്റിയർ ടോപ്പ് മാതിരത്തെ സംഭവമില്ല. അപ്പോൾ അതിൻ്റെ ഡിസൈൻഡ് ഫ്രോക്ക്
അപ്പോൾ അത് എപ്പോഴും ഞാൻ കണ്ടിട്ട് വാങ്ങിക്കും. എനിക്കപ്പോൾ അത് നമുക്ക് തന്നെ വെച്ച് ഹെവി ബസ്റ്റ് ആകുമ്പോൾ അവിടെ എത്താത്ത മാതിരി തോന്നും, അങ്ങനെ ഞാൻ റിട്ടേൺ ചെയ്യാണ് ചെയ്യുക. ബട്ട് ദിസ് ഐ എം സോ ഹാപ്പി. ആൻഡ് ഇതിന് കുറച്ച് എക്സ്ട്രാ നീളമുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് മൊത്തത്തിൽ ഒരു വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ടോപ്പായിട്ട് തോന്നി. സ്ലീവും ഒക്കെ ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ലീവാണ്. നെക്ക് എന്താ പറയുക, കെട്ടുള്ള നെക്കാണ്. അത് നമുക്ക് വലിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഇലാസ്റ്റിക് അല്ല, ആ ത്രെഡ് ഇങ്ങനെ ഉള്ളിൽ കൂടി കോർത്തേക്കാണ്. അപ്പോൾ നമുക്കത് ടൈറ്റ് ചെയ്യും തോറും അത് ഇങ്ങനെ നെക്ക് നമ്മുടെ കംഫർട്ടബിൾ ലെവലിൽ വന്നിട്ട് കെട്ടി വെക്കാം കേട്ടോ. ഭയങ്കര ഭംഗിയുള്ള ടോപ്പാണ്. ആൻഡ് ഓൾസോ എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരു കോമ്പിനേഷനാണ് ഈ ഒരു പേർപ്പിളും യെല്ലോ. മനസ്സിലൊക്കെ വെരി ഗുഡ് കോമ്പിനേഷൻ അല്ലേ. ഇതും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ. സോ ഗുഡാണ്. ഇനി ഞാൻ നെക്സ്റ്റ്, അയ്യോ എൻ്റെ ദൈവമേ അവിടെ പോയി, ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്ന 2 ഡ്രസ്സ് ഉണ്ട്. ഐ ഹാഡ് ഹ്യൂജ് എക്സ്പെക്റ്റേഷൻസ്, പ്രത്യേകിച്ച് ഈ ഡ്രസ്സിന്. പക്ഷേ ഇതെൻ്റെ ഭയങ്കര അധികം ഡിസപ്പോയിൻറ്റഡ് ആയിപ്പോയി. ബിക്കോസ് ഇതിൻ്റെ നെക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കര ഇത്രയും ലൂസായിട്ട് നമുക്കൊരു ഡ്രസ്സ് ഇവിടം വരെ ഇറങ്ങി നിൽക്കുന്നത് എനിക്ക് അത്ര കംഫർട്ടബിൾ ആയിട്ട് തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞാനത് എന്താ പറയുക, എനിക്ക് അതിൻ്റെ പ്രിൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ഓറഞ്ചും പേർപ്പിൾ പൂക്കളും ലൈറ്റ് പിങ്ക് പൂക്കളും ഒക്കെ ആയിട്ടുള്ള എന്ത് രസമുള്ള പ്രിൻ്റ്. എനിക്ക് ഓറഞ്ച് ഭയങ്കര ഇഷ്ടമുള്ളൊരു കളറാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്ന ഡ്രസ്സാട്ടോ. പക്ഷേ ഇത് ബസ്റ്റിൻ്റെ ഏരിയയിൽ കുറച്ച് ടൈറ്റും ഉണ്ട്. ആൻഡ് ഓൾസോ നെക്ക് എക്സ്ട്രാ ഓർഡിനറി ഡീപ്പാണ്. അത് ഭയങ്കര ഡീപ്പായിട്ട് എനിക്കൊന്നും അത് ഞാൻ ഒട്ടും അത്രയും ഡീപ്പ് ഇടാൻ, ഞാൻ യൂഷ്വലി ഡീപ്പ് നെക്സ് ഇടുന്ന ഒരാളാണ്. പക്ഷെ എനിക്ക് ഇത്രയും ഡീപ്പ് നെക്ക് ഇടാൻ ഞാൻ ഒട്ടും കംഫർട്ടബിൾ അല്ല. ഈവൻ ഇവിടെയാണെങ്കിലും എവിടെയാണെങ്കിലും വെക്കേഷന് പോയാൽ പോലും എനിക്ക് തോന്നുന്നു എനിക്ക് അത്രയും കംഫർട്ടബിൾ ആവുന്നു. ബിക്കോസ് നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും. അപ്പോൾ ഞാൻ ആ ഗോവയിലിട്ട ഡ്രസ്സൊക്കെ കുറച്ച് ഡീപ്പാണെങ്കിൽ നമ്മളതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അത് അവിടെ അങ്ങനെ നല്ല ഫിറ്റഡ് ആയിട്ട് അങ്ങനെ ഇരുന്നോളും. ഇത് അങ്ങനെ ഇങ്ങനെ ഓപ്പൺ ആയി പോകുന്നുണ്ട്. അതിൻ്റെ ഒന്നാമത് ഇത് സ്വീറ്റ് ഹാർട്ട് നെക്കാണ്. അപ്പോൾ അത് അതിന് എന്താ അറിയില്ല, ഇതിൻ്റെ നെക്ക് ഒത്തിരി അങ്ങ് ഇറങ്ങിപ്പോയിട്ടുണ്ടല്ലോ. അതിങ്ങനെ നമ്മളിങ്ങനെ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ അത് ഒട്ടും കംഫർട്ടബിൾ അല്ല. ബട്ട് എനിക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നത്. എനിക്ക് പ്രിൻറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര സാഡായി. ഇതിൻ്റെ നെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ വീണ്ടും നെക്ക് ഇറങ്ങിപ്പോവും, ഒട്ടും കംഫർട്ടബിൾ ആവില്ല. ഇതിൻ്റെ ബാക്ക് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഇതിന് തന്നെ ഓൾറെഡി എനിക്ക് ബസ്റ്റ് ഭയങ്കര ടൈറ്റാണ്. പക്ഷേ ഐ എം വെരി ഡിസപ്പോയിൻറ്റഡ് വിത്ത് സൈസ്. ഓക്കെ, അതെനിക്ക് അത്ര ഇഷ്ടമായില്ല. പിന്നെ ഞാൻ ഏറ്റവും വില കുറഞ്ഞൊരു ഡ്രസ്സ് വാങ്ങിച്ചത് 200 സംതിങ് രൂപയുള്ളൂ ഈ ഒരു ബ്യൂട്ടിഫുൾ ഡ്രസ്സിന്. ആക്ച്വലി ഈ ഡ്രസ്സിന് എന്തോ ഒരു കുഴപ്പമുണ്ട്. അതായത് ചില ബ്രാൻഡിന് നമ്മുടെ സൈസ് കറക്റ്റ് ആയിരിക്കും. അതായത് നമുക്ക് ജസ്റ്റ് ലാർജ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കുണ്ടാവില്ല. വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ചുരുങ്ങിയാൽ പോലും നമ്മൾക്ക് കറക്റ്റ് പക്ക ഫിറ്റായിട്ടിരിക്കും, അല്ലെങ്കിലും നല്ല സൂപ്പറായിട്ടിരിക്കും. പക്ഷെ ചില ബ്രാൻഡ്സ് അവിടെയും ഇവിടെയൊക്കെ കുറേ പ്രശ്നങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ബ്രാൻഡാണ്. എനിക്കിത് ഇങ്ങനത്തെ ഈ ഒരു ഡ്രസ്സാണ്. ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. നമ്മളുടെ ഈ ഒരു യോക്കേരിയ എന്നല്ലേ പറഞ്ഞത്, യോക്കേരിയൻ്റെ അവിടെ ഇട്ട് ആ ഓപ്പണിംഗ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അത് ഒരു നൂഡിൽ സ്ട്രാപ്പ് കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സാണ്. പക്ഷേ എന്താ പ്രശ്നമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ടോക്കിയോസിൻ്റെ ഡ്രസ്സാണ്. ആക്ച്വലി ടോക്കിയോൻ്റെ ഡ്രസ്സ് എനിക്ക് എപ്പോഴും നല്ല കംഫർട്ടബിൾ ആവാറുണ്ട്. ലാർജാണ് ഡ്രസ്സ് എടുത്തേക്കുന്നത്. പക്ഷേ എനിക്ക് ഇവിടെ ബസ്റ്റ് ഏരിയയിൽ കുറച്ച് ടൈറ്റ് ഉണ്ട്. ആൻഡ് ഓൾസോ എന്തൊക്കെയോ ഒരു പ്രശ്നമുണ്ട് ഈ ഡ്രസ്സിന്. എനിക്ക് ഓട്ടോമാറ്റിക് കംഫർട്ടബിൾ ആവില്ല. ചിലപ്പോൾ നമ്മൾ ഡ്രസ്സ് സെറ്റ് ചെയ്യുമ്പോഴത്തേക്കും ഭയങ്കര കംഫർട്ടബിൾ ആവും, ഭയങ്കര സുഖവും. പിന്നെ നമ്മളതിനെപ്പറ്റി ചിന്തിക്കേണ്ടേ പോലും തോന്നില്ല. പക്ഷേ ഈ ഡ്രസ്സ് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ ആണല്ലോ. കാര്യം എനിക്ക് നന്നായിട്ട് ഇത് ഫിറ്റ് ആവുന്നുണ്ട്. പക്ഷേ എവിടെയൊക്കെയോ ഭയങ്കര അൺകംഫർട്ടബിൾ ഫീലിംഗ് വരുന്നൊരു ഡ്രസ്സാണ്. സോ ഇത് ഞാൻ റിട്ടേൺ ഇടാൻ വേണ്ടി പോവാണ്. എനിക്കത് അത്ര തൃപ്തികരമായില്ല. ആൻഡ് ബാക്കി 6 ഡ്രസ്സും ഭയങ്കര അടിപൊളി ഡ്രസ്സാണ്. സമ്മർ അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ഡ്രസ്സാണ്. യു വിൽ ഡെഫിനറ്റ്ലി ലവ് ഇറ്റ്. അപ്പോൾ എന്തായാലും ഞാൻ എല്ലാ ഡ്രസ്സസിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കും. ഞാൻ ആദ്യം കാണിച്ച 6 ഡ്രസ്സല്ലടാ, 6 ഡ്രസ്സസും ഭയങ്കര അമേസിങ് ക്വാളിറ്റിയും നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സാണ്. ഈ ലാസ്റ്റത്തെ 2 മാത്രം കുറച്ച് എന്തൊക്കെയോ ഒരു സ്റ്റിച്ചിങ് ഇഷ്യൂസോ അല്ലെങ്കിൽ ഒരു സൈസ് ഇഷ്യൂസോ ഉണ്ട്. അപ്പോൾ അത് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാം അമേസിങ് ആയ ഡ്രസ്സാണ്. പ്ലീസ് നിങ്ങളും ട്രൈ നോക്കൂ. യു വിൽ ഡെഫിനറ്റ്ലി ലവ് ദിസ് വൺ. അത്ര സുഖമാണ് ഇടാൻ വേണ്ടിയിട്ട്. പ്രത്യേകിച്ച് ഡ്രസ്സ് ഞാൻ ആക്ച്വലി ഇവിടെ ഇരിക്കുമ്പോൾ ഇങ്ങനെ വേർത്തിങ്ങനെ ഒഴുകണം. എൻ്റെ മുതുകിൽ കൂടി ഇങ്ങനെ വേർത്തിന് ഒഴുകിക്കൊണ്ടിരിക്കുക. അത്രയ്ക്ക് ചൂടായിട്ടോ നമുക്ക് ടോളറേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. അപ്പോൾ നാട്ടിലത്തെ കാര്യം ഞാൻ മനസ്സിലാക്കുന്നു. എല്ലാവരും സേഫായിട്ട് വെള്ളം കുടിച്ചിട്ട് ഭയങ്കര ആ എക്സ്ട്രീം ഹീറ്റിലൊക്കെ പുറത്ത് പോകാതിരിക്കുകയാണെങ്കിൽ മാക്സിമം ട്രൈ ചെയ്ത് സേഫായിട്ടിരിക്കുക കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഹോൾ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആൻഡ് ഓൾസോ വീഡിയോ ഡൗൺലോഡ് സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുകൊണ്ട് കേട്ടോ. അപ്പോൾ വി ആർ വെരി ക്ലോസ് ടു 600K. അപ്പോൾ പ്ലീസ് ഹെൽപ്പ് മീ ടു റീച്ച് ദാറ്റ് മൈൽ സ്റ്റോൺ 600K. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.